നമസ്കാരം. നമസ്കാരം ചേച്ചി, ഇപ്പോൾ ഒരുപാട് വാർത്തകൾ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെയും മീഡിയാസിലൂടെയും പോകുന്നല്ലോ. അതിൽ വേടൻ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് കിട്ടുന്ന ഒരു ന്യൂസ് വാല്യൂ എന്ന് പറയുന്നത് വേറൊന്ന് തന്നെയാണ്. കാരണം ചേച്ചി, തുടക്കത്തിൽ വേടൻ ഒന്ന് പോപ്പുലറായി തുടങ്ങിയ സമയത്ത് അദ്ദേഹത്തിൻ്റെ പാട്ടുകളിലൂടെയായിരുന്നു നമ്മളെല്ലാവരും കണ്ടതൊന്ന് അറിയപ്പെടാൻ തുടങ്ങിയതും പെട്ടെന്ന് വൈറലാവാൻ തുടങ്ങിയതും അതിലൂടെയായിരുന്നു. എന്നാൽ ഇപ്പോൾ മാസങ്ങൾക്കിപ്പുറവും അദ്ദേഹം ലൈം ലൈറ്റിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിൽ അതിപ്പോൾ പാട്ടുകാരനോ അല്ല, ചേച്ചിക്കും അറിയാവുന്ന പോലെ പീഡനത്തിൻ്റെ പേരിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഫേമസ് ആവുന്നത് ഈ ഒരു പേരിലാണ്. തീർച്ചയായും പീഡനം, പിടിച്ചുപറി, അങ്ങനെയൊക്കെയുള്ള പേരിൽ കൂടുതൽ ഫേമസ് ആവുള്ളൂ. വേടനെ എല്ലാവരും സത്യം പറഞ്ഞാൽ ഇപ്പോൾ അതുല്യ പറഞ്ഞതുപോലെ ഏറ്റവും നല്ല രീതിയിൽ പാട്ടുകാരനെന്നൊക്കെ പറഞ്ഞിട്ട് നല്ല രീതിയിലായിരുന്നു. പിന്നെ അത് പതുക്കെ പതുക്കെ മാറി. ഇടയ്ക്ക് വെച്ചിട്ട് നമ്മൾ തന്നെ കണ്ടതാണ് മൈക്കിൾ ജാക്സന്റെ പാട്ടുമായിട്ട് താരതമ്യപ്പെടുത്തുന്ന രീതിയിൽ നല്ല കഴിവുള്ള ഒരു ഗായകനും ഉൾപ്പെടുത്താൻ വരെ തീരുമാനിച്ചു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് ഈ ചുരുങ്ങിയ കാലയളവിൽ നമ്മുടെ സമൂഹത്തിലുണ്ടായ ഒരു വില നമ്മളതിന് കുറച്ച് കാണേണ്ടതില്ല. പക്ഷെ അദ്ദേഹത്തിനെതിരെ ആരോപണം ഉയരുമ്പോൾ ഇപ്പോൾ ഞാൻ പറയട്ടെ, അതില്ല, വെറുതെ ഒരാൾ ഒരു ആരോപണവുമായിട്ട് വരില്ല ഒരിക്കലും. പിന്നെ ഇത്രയും നാടറിയുന്ന, നാട്ടുകാരറിയുന്ന, അല്ലെങ്കിൽ ജനങ്ങൾ ഒരുപാട് ആരാധിക്കുകയോ ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിക്കെതിരെ ഒരു ആരോപണം കൊണ്ടുവരുമ്പോൾ തീർച്ചയായിട്ടും അതിലെന്തെങ്കിലും കഴമ്പ് കാണും. അത് ഒരു സൈഡ്. പക്ഷേ എൻ്റെ പേഴ്സണലി ഞാൻ ഒരു പറയുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരാളിനെതിരെ, ഇപ്പോൾ ഒരു ഒരു സ്ത്രീക്കെതിരെ നടക്കുന്ന എന്തോ പറയാനായിട്ട് വയലൻസ്, അതായത് അവരുടെ പീഡനങ്ങളെല്ലാം തെറ്റ് തന്നെയാണ്. ഒരു സ്ത്രീക്കെതിരെയോ കുഞ്ഞുങ്ങൾക്കെതിരെയോ ഒക്കെ നടക്കുന്ന പീഡനങ്ങളെല്ലാം തെറ്റ് തന്നെയാണ്. അതിനെ ഒരിക്കലും ന്യായീകരിക്കില്ല. അത് എന്ത് പറയാനായിട്ട് മാപ്പ് അർഹിക്കാത്ത തെറ്റ് തന്നെയാണ്. പക്ഷേ ഈ പീഡനം നടക്കുന്ന സമയത്ത് അത് പറയണം എന്നുള്ള ഒരു ഇതാണ് എൻ്റെത്. കാരണം നമ്മൾ എന്തിനാണ് മറച്ചു വെക്കുന്നത്? പിന്നെ ഒരു സമയത്ത് വന്ന് നിന്ന് അതിനെക്കുറിച്ച് ചർച്ച ചെയ്ത് നാട്ടുകാരും, അതിനോട് എനിക്ക് യോജിപ്പില്ല. കാരണം ചേച്ചി, ഞാനും നിരവധി പത്രവാർത്തകൾ വായിക്കുന്ന സമയത്ത് കണ്ടാണ് അത് ചില സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ ശരണ്യ മോൾ എന്ന് പറയുന്ന ഒരു യുവതിയെ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. വേടൻ ഒന്നുമല്ലാതിരുന്ന കാലത്ത് നടന്ന സംഭവമാണ് ഇപ്പോൾ പറയുന്നത്. ഇപ്പം നമുക്ക് ഒരുപാട്, ഇപ്പം ആസ് എ ഗേൾ നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് നിരവധി റൈറ്റ്സ്, ബോയ്സിനേക്കാളും റൈറ്റ്സ് ഉണ്ടെന്ന് തന്നെ പറയാം നമ്മുടെ ഈ സമൂഹത്തിൽ. ആ ഒരു നിലയ്ക്ക് എന്തെങ്കിലും ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ നമുക്ക് ആ സമയത്ത് വെളിപ്പെടുത്താൻ പറയണം. ഞാൻ പറയുന്നത്, നമുക്കൊരു ഇൻസിഡൻറ്റ് ഉണ്ടായി, അത് നമ്മൾ മനസ്സിൽ വെച്ചിരുന്ന, അല്ലെങ്കിൽ കുറേ അനുഭവങ്ങൾ കഴിഞ്ഞ് ആ ഒരു വ്യക്തി സമൂഹത്തിൽ അറിയപ്പെടുന്ന ഒരാളായി, അല്ലെങ്കിൽ അവരൊരു ഫാമിലി അല്ലെങ്കിൽ ഒരു ഇതൊക്കെ ആയതിനു ശേഷം നമ്മൾ വെളിപ്പെടുത്തുകയും അവർക്കെതിരെ ആരോപണം പറയുകയും, അതിനോട് എനിക്ക് യോജിപ്പില്ല. നമ്മൾ തെറ്റ് തന്നെയാണ്, അതിനെ ന്യായീകരിക്കുന്നില്ല. പുരുഷനെ തെറ്റ് തന്നെയാണ്. ഒരിക്കലും ഒരു സ്ത്രീയെ അപമാനിക്കുകയോ അല്ലെങ്കിൽ മോശപ്പെടുത്തുകയോ ചെയ്യുന്നത് തെറ്റ് തന്നെയാണ്. പക്ഷെ അത് ആ സമയത്ത് വിളിച്ച് പറയാനുള്ള ആർജവം സ്ത്രീകൾ കാണിക്കണം എന്നുള്ളതാണ്. അതിനെ മൂടി വയ്ക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു തെറ്റിപ്പോൾ പറ്റി കഴിഞ്ഞാൽ നമ്മൾ അറിഞ്ഞുകൊണ്ടല്ല, നമ്മളിനി അഥവാ അറിഞ്ഞ്, ഇപ്പോൾ കോടതിയും പറഞ്ഞിട്ടുണ്ട്, ഉഭയകക്ഷി സമ്മതത്തോടു കൂടിയുള്ള ബന്ധങ്ങളെല്ലാം കേസ് മറ്റുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ്. ലാസ്റ്റ് തന്നെ ഇപ്പൊ ചേച്ചി പറഞ്ഞതുപോലെ സുപ്രീം കോടതി തന്നെ ചോദിച്ച ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ, രണ്ടുപേർക്കും പരസ്പര സമ്മതത്തോടെയാണ് ആ സംഭവം നടന്നിട്ടുള്ളതെങ്കിൽ അത് നമുക്ക് ഒരിക്കലും നമുക്ക് വിവാഹം കഴിക്കാൻ പറ്റൂലല്ലോ, ഇല്ലേ? കാരണം വിവാഹം കഴിഞ്ഞതിന് ശേഷം നമ്മളിപ്പോൾ ഒരു ദേഷ്യം വന്നു അല്ലെങ്കിൽ ഒരു ഇത് വന്നു കഴിഞ്ഞാൽ ഉടനെ ഒരു പീഡനത്തിന്റെ പേരും പറഞ്ഞുകൊണ്ട് ഹസ്ബൻഡ് അല്ലെ ഭർത്താക്കന്മാർക്കെതിരെ കേസ് കൊടുത്തു കഴിഞ്ഞാൽ നടക്കാത്ത കാര്യം. അപ്പം ചെയ്തു, ഇതിങ്ങനെ പീഡനമാണ്, നമ്മുടെ സമ്മതമില്ലാത്ത ഒരു പ്രശ്നമാണ് എന്നുണ്ടെങ്കിൽ അത് അപ്പോഴും തുറന്ന് പറയാൻ കാണിക്കണം. തീർച്ചയായിട്ടും ഒരു സ്ത്രീ, ഇപ്പം ഞാൻ സ്ത്രീ വിരോധിയോ അല്ലെങ്കിൽ എന്തു പറയാനായിട്ട് എല്ലാവരും പറയും, ഇപ്പോൾ എന്തുവാണ് ഇങ്ങനെ സ്ത്രീകൾക്കെതിരെ ഭയങ്കരമായിട്ട് സംസാരിക്കുന്ന അങ്ങനത്തെ ഒരു ലേഡിയോ ഒന്നുമല്ല. എനിക്കും 2 കുട്ടികളൊക്കെ ഉള്ളത് തന്നെയാണ് സ്ത്രീകൾ. ഞാനും അവരോട് പറയുന്നത്, ഒരു തെറ്റിപ്പോൾ സംഭവിച്ചു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ അത് ആ സമയത്ത് തുറന്നു പറയാനുള്ള ധൈര്യം നമ്മൾ കാണിക്കണം. ചേച്ചി പറയുന്നത് തന്നെയാണ്. നമ്മൾ വേടന്റെ വിഷയം വന്നപ്പോൾ നിരവധി പബ്ലിക് ഒപ്പീനിയൻ എടുത്തിരുന്നു. അപ്പോൾ പലരും നമ്മൾ ചോദ്യം ചോദിക്കുമ്പോൾ ഇങ്ങോട്ട് പറയുന്നത്, ഇത്രയും നാൾ ആ യുവതി എവിടെയായിരുന്നു? ഈ ഒരു ചോദ്യമാണ്. നമുക്ക് ആ ഒരു ചോദ്യത്തിന് അത് തെറ്റ് പറയാനൊന്നും പറ്റില്ല. ആ യുവതിനെ തെറ്റ് കാര്യമായിട്ട് ആരും ചിത്രീകരിക്കുന്നതല്ല. പക്ഷെ നമ്മളൊരു സംഭവം നടന്ന ആ സമയത്ത് പറഞ്ഞിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഒരു വിശ്വാസ്യത. തീർച്ചയായിട്ടും. അല്ലെങ്കിൽ ഇതിപ്പോ വേടനെതിരെ മാത്രമല്ലല്ലോ അതുല്യ, ഇതിപ്പോൾ വേടനെതിരെ മാത്രമല്ല, ഇപ്പോൾ സമൂഹത്തിലെ കുറേ ആൾക്കാർക്കെതിരെ എന്താ പറയാനായിട്ട് സിനിമാ ഫീൽഡിലും ഇത്തരത്തിൽ കുറേ പ്രശ്നങ്ങൾ നടന്നു കഴിഞ്ഞു. ഇപ്പോൾ ഈ കമ്മിറ്റി റിപ്പോർട്ട് വന്ന സമയത്ത് ഒരു നടന്മാർക്കും വീട്ടിൽ ഇരിക്കാൻ പറ്റില്ല എന്നുള്ളൊരു അവസ്ഥയായി. മുകേഷ് MLAക്ക് സംഭവിച്ചതല്ല നമ്മൾ കണ്ടതാണ്. പക്ഷേ അദ്ദേഹത്തിനെ സംരക്ഷിക്കാൻ പാർട്ടി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിനെ ഒരു പരിധി വരെയൊക്കെ പ്രൊട്ടക്ട് ചെയ്ത് പോയി. പക്ഷേ കയ്യിൽ നിന്ന് പോകും എന്നുള്ളൊരവസ്ഥ വന്നപ്പോൾ മാത്രമാണ്
അതൊരു വേറെ. പക്ഷേ ഇപ്പോഴും നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വരുന്ന ആരോപണം. പക്ഷെ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ചേച്ചി, എനിക്ക് സോഷ്യൽ മീഡിയയിലെല്ലാം പല പോസ്റ്റുകളും കണ്ടപ്പോൾ തോന്നിയതാണ്, വേടനെതിരെ ഇതുപോലൊരു സമാനമായിട്ടൊരു കേസ് എന്ന് തന്നെ നമുക്ക് പറയാം. വലിയ സമാനമായിട്ടുള്ള അത് തന്നെയാണ്. അപ്പൊ ചേച്ചി, വേടന്റെ ഒരു കേസ് വന്നപ്പം പറഞ്ഞത് ഇല്ല, വേടൻ അങ്ങനെ ചെയ്യില്ല. എന്താണ് ഇവർക്ക് ഉറപ്പ്? ഇപ്പൊ ഞാൻ ഒരിക്കലും വേടനെതിരോ അങ്ങനെ ഒന്നുമല്ല. ഞാനും ഇപ്പൊ അതുല്യ പറഞ്ഞതുപോലെ ന്യൂസ് ഒരുപാട് അദ്ദേഹത്തിന് വേണ്ടി ചെയ്തിട്ടുള്ളതാണ്. തെറ്റുകൾ തെറ്റ് തന്നെയാണ്. പക്ഷെ അദ്ദേഹത്തിന് സപ്പോർട്ട് പറയുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നില്ല. ഈ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തിയെ എല്ലാരും പറയുന്നത് അദ്ദേഹം ചെയ്ത് കാണും ചെയ്യും. ഇത്രയും പേര് പരാതി പറയുന്നില്ല. പക്ഷേ വേടനെതിരെ ഒന്നിൽ കൂടുതൽ യുവതികൾ വന്നപ്പോൾ ഇല്ല, അത് അദ്ദേഹത്തെ തകർക്കാൻ ശ്രമിക്കുന്നതാണ്. നമ്മളെ ഇത് എനിക്ക് എൻ്റെ ഫീൽഡിൽ അല്ലെങ്കിൽ ഇന്ന് പബ്ലിക് ഒപ്പീനിയൻ എടുത്തതിൽ നിന്ന് മനസ്സിലായതെന്ന് പറഞ്ഞാൽ, വളർന്നു വരുന്ന ഒരു യുവ നേതാവ്, ശക്തനായ ഒരു യുവ നേതാവാണ് രാഹുൽ മാങ്കൂട്ടം. അദ്ദേഹം ഈ പറയുന്ന ആളിനോട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തിരിച്ച് പ്രതികരിക്കും. അതുപോലെ മനസ്സിലായില്ലേ? നമ്മളിപ്പോൾ എടുത്തടിച്ച് അദ്ദേഹം തിരിച്ച് മറുപടി പറയും. ഇന്ന് എനിക്ക് കിട്ടിയ ഒപ്പീനിയനിൽ നിന്ന് പറയുന്ന, അദ്ദേഹം ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ്, ഇടതുപക്ഷ ചിന്താഗതിക്കാരനാണെന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. ഈ രാഹുൽ മാങ്കൂട്ടത്തിനൊരു കുഴപ്പമുണ്ട്, അദ്ദേഹം എന്ത് ചോദിച്ചിരുന്നാലും തിരിച്ചെടുത്തടിച്ച് മറുപടി പറയും. അപ്പോൾ അതിൻ്റെ ഒരു ഇത് അവരുടെയൊക്കെ മനസ്സിനകത്ത് ഉണ്ട്. അപ്പോൾ ആ ഒരു ഇത് നമ്മൾ ഇപ്പം തിരിച്ച് കിട്ടിയപ്പോഴത്തേക്ക് അടിക്കാൻ പറ്റിയ ഒരു ആയുധം അത് തന്നെയാണ് അവരും പറയുന്നത്. അടിക്കാൻ ഒരു ആയുധം കിട്ടി, അത് ഇവരായിട്ട് കൊണ്ടുവന്ന് കൊടുത്തു. എന്നെ അടിക്കടാ എന്ന് പറഞ്ഞിട്ട് ഒരു കമ്പ് കൊണ്ടുകൊടുത്തു. അതിപ്പോൾ കോൺഗ്രസ്സിൽ ഇപ്പം വരുന്ന തെരഞ്ഞെടുപ്പിൽ ഇത് നന്നായിട്ട് ഞാനൊന്ന് പബ്ലിക് ഒപ്പീനിയൻ പോയപ്പോൾ ഒരു അങ്കിള് പറഞ്ഞ അങ്ങനെ തന്നെയാണ്. ഇപ്പൊ എന്തായാലും നിയമസഭാ ഇലക്ഷൻ അടുത്തിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ മുൻപ് നമ്മൾ ഉമ്മൻചാണ്ടിക്കെതിരെ സരിതയ്ക്ക് ആരോപണം ഉന്നയിച്ച് നമുക്കറിയാലോ, അതുപോലെ ഒരു സമാന സാഹചര്യം വന്നിരിക്കുകയാണ്. സമാന സാഹചര്യം എന്ന് പറയുമ്പോഴും അതില്ല, ഇതിൽ ഒരു ആരോപണം കേസായിട്ട് കോടതി സ്റ്റേഷനിലോ ഒരു പരാതിയായിട്ട് ഒന്നും കൊടുത്തിട്ടില്ല. ഇത് ഒരു പ്രചരണം ഇങ്ങനെ വന്നു അദ്ദേഹത്തിനെതിരെ. പക്ഷേ ഉടൻ തന്നെ കടുത്ത ആക്ഷനൊക്കെയാണ് പുള്ളിക്കെതിരെ എടുത്തേക്കുന്നത്. പാർട്ടി തലത്തിൽ നിന്നുള്ള എല്ലാം ബാൻ ചെയ്ത് പുള്ളി അതിൽ നിന്നൊക്കെ ഇറങ്ങണം, രാജിവെക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ ഒരു നടപടിയിലോട്ടാണ് പെട്ടെന്ന് പോയത്. അല്ലെങ്കിൽ ഒരു അന്വേഷണം വരട്ടെ, ഇത് അവിടെ നിന്ന് മാറ്റി നിർത്തിയിട്ട് ഒരു സ്വമേധയ ഒരു അന്വേഷണത്തിന് പാർട്ടി തന്നെ തയ്യാറെടുക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതിപ്പം വേടന്റെ കേസായിരുന്നാൽ പോലും, കാരണം ഇടയ്ക്ക് വെച്ചിട്ട് ഒരു പോസ്റ്റ് വന്നിരുന്നു, വേടന്റെ കാമുകിയോടൊത്ത് ബർത്ത്ഡേ ആഘോഷിക്കുന്ന ഒരു ഫോട്ടോ, അതും വേടൻ ഒളിവിൽ പോയ സമയത്ത്. നമ്മുടെ ഈ കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് എന്ത് ചെയ്യുകയാണെന്നുള്ളൊരു ചോദ്യചിഹ്നം കൂടിയാണ് അവിടെ ഉയരുന്നത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു സംഭവം ഇതുപോലെ നടന്നു, ആരോപണങ്ങളാണ് ഉയരുന്നത്. കറക്റ്റ് ഒരു വ്യക്തമായിട്ടുള്ള ഒരു തെളിവ് ആർക്കും ഇല്ല. രണ്ട് സംഭവത്തിലാണെങ്കിലും കൊടുക്കാനായിട്ട് പറ്റിയിട്ടില്ല. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് അവരെ മാറ്റി നിർത്തിയിട്ട് എന്താണ് യഥാർത്ഥ സംഭവം, അതിന് പിന്നിൽ ആ യുവതികൾ പറയുന്നതിന് പിന്നിൽ സത്യമുണ്ട്. കാരണം 1-2 മാസമായിട്ട് രണ്ട് ഭാഗവും കേൾക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കണമായിരുന്നു. എന്നതിന് ശേഷം നിങ്ങൾ നടപടികൾ എടുത്തോ? ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഞങ്ങൾ അവർക്ക് വേണ്ടി PR വർക്കോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒന്നുമല്ല ചെയ്യുന്നത്. ഇതൊരു മാനുഷിക പരിഗണന. അതായത് ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ആരോപണങ്ങളില്ലാത്ത ഏത് നേതാക്കന്മാരാണ് ഉള്ളത്? എല്ലാവരും ഒന്നല്ലെങ്കിൽ വേറൊരു രീതിയിൽ ഇതേ സെയിം ആരോപണമൊന്നല്ല ഞാൻ പറഞ്ഞത്, പലതരത്തിലുള്ള ആരോപണങ്ങൾ ഓരോ ജനങ്ങൾ ഓരോടത്തുനിന്ന് ഇങ്ങനെ പറഞ്ഞു വിടുന്നുണ്ട്. അപ്പം ചിലതിനോട് ചിലർ പ്രതികരിക്കാറുണ്ട്, ചിലത് മിണ്ടാതെ പോകുന്നുണ്ട്. പക്ഷേ ഒരു പ്രശ്നം വരുമ്പോൾ രണ്ട് ഭാഗവും അതെ, പക്ഷെ അത് നമ്മുടെ പ്രതിപക്ഷം നേതാവ് ചെയ്തിട്ടില്ല. തീർച്ചയായിട്ടും അത് വളരെ മോശമാണ്. കാരണം അദ്ദേഹത്തിന് പറയാനുള്ളത് എന്താണ്? അല്ലെങ്കിൽ മാറ്റി നിർത്തി ഒരു അന്വേഷണം, ഒരാഴ്ചയ്ക്കുള്ള ഒരു അന്വേഷണം നടത്തിയിട്ട് തെറ്റുകാരനാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിനെ മാറ്റി നിർത്തുകയോ രാജിവെപ്പിക്കുകയോ എന്താണെങ്കിലും ചെയ്യാം, ജനങ്ങളും അതിന് കൂട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ജനങ്ങളെന്ന് പറയുന്നത്, അവർ പറയുന്നത് ഇത് മനഃപൂർവ്വം പാർട്ടി, അതായത് സ്വന്തം കുടുംബത്തിനകത്ത് തന്നെ അദ്ദേഹത്തിന് ശത്രുക്കളുണ്ടെന്നുള്ളതാണ്. ഇല്ലേ? കാരണം ഒരു പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നമ്മളെ വീട്ടിൽ തന്നെ ഒരു പ്രശ്നം ഉണ്ടായാൽ നമ്മൾ ഉടനെ പറയും, അയ്യോ അത് നോക്കട്ടെ അറിയട്ടെ അങ്ങനെയൊക്കെ പറയും. എനിവേ അവർ ചിലപ്പം ചെയ്തത് തെറ്റായിരിക്കാം. എന്നിരുന്നാൽ പോലും അങ്ങനെ ഒരു അന്വേഷണത്തിനോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും മുതിരാതെ നമ്മുടെ പ്രതിപക്ഷ നേതാവ് ഒട്ടനെ തന്നെ ഒരു ഇതിറക്കി. അപ്പോൾ അദ്ദേഹത്തിന് ഒരു ചെറിയ ഭയമുണ്ട്. എന്താണ്? തന്നെക്കാളും വളർന്നു പോകുമോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും. CPM-ല് പിണറായി വിജയന് മുകളിൽ വളരുമെന്ന് ഇപ്പൊ KK ശൈലജയായിരുന്നാൽ പോലും പുള്ളിക്കാരി ഒന്ന് ഉയർന്നു വന്ന സമയത്ത് നമ്മൾ കണ്ടതാണ്. പിന്നെ വന്നിട്ടില്ല. ഇല്ല. അപ്പോൾ മന്ത്രിസ്ഥാനത്ത് നിന്ന് തന്നെ അടുത്തൊരു അവസരം മാറ്റി. അതെ. അപ്പൊ തനിക്കും മുകളിലായേക്കുമോ എന്നൊരു ചെറിയൊരു വിശ്വാസം നമ്മുടെ പ്രതിപക്ഷ നേതാവിനും ഉണ്ടായി കാണണം. അതുകൊണ്ടായിരിക്കുമല്ലോ ഈ ഒരു രീതിയിലുള്ള തീരുമാനങ്ങളൊക്കെ ഉടനെ തന്നെ പാർട്ടിയിൽ നിന്ന് വന്നത്. അത് സാധാരണക്കാരും ചോദിക്കുന്നുണ്ട്, പാർട്ടിക്കാരാണെങ്കിലും മറ്റുള്ളവരും ചോദിക്കുന്നത് വെച്ചാൽ ഇത് പ്രശ്നം ആണെന്ന് പറയുന്ന മുമ്പേ അവർ ഇത്രയും കടുത്ത തീരുമാനങ്ങളെടുക്കാൻ, അത്ര കടുത്ത തീരുമാനങ്ങളെടുത്ത് ജനങ്ങളുടെ മുമ്പിൽ മുഖം
തെളിച്ച് കാണിക്കാനൊന്നും അത്രയ്ക്കൊന്നും ഇല്ല അല്ലേ? നമുക്കും അറിയാം പാർട്ടിക്കുള്ളിൽ നടക്കുന്ന പല കാര്യങ്ങൾ, നേതാക്കന്മാർ തമ്മിൽ അടി, യാതൊരുവിധ ഐക്യതയില്ല, തമ്മിൽ പോര് ഇല്ലേ? അപ്പൊ നമ്മളിപ്പം തുടർ ഭരണം ഇനിയും വേണമോ എന്നുള്ളൊരു ചോദ്യം ഇല്ല, ഇത് തീർച്ചയായിട്ടും തുടർ ഭരണത്തിന് വഴിയൊരുക്കുകയാണ് ചെയ്യുന്നത്. ഇടതുപക്ഷത്തിന് തുടർ ഭരണം വഴിയൊരുക്കുകയാണ് ഇപ്പോൾ പ്രതിപക്ഷവും ചെയ്യുന്നതെന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. കാരണം അവിടെ അടി തീർക്കാനോ തമ്മിൽ പോരിനോ ഒന്നിനും അവിടെ വേറെ ഒരു രീതിയില്ല, അവിടെ തമ്മിൽ പോര് നടക്കുകയാണ്. പാർട്ടിയിൽ ഇപ്പോൾ ഒരുപാട് ആരോപണങ്ങൾ ഉയരുന്നെങ്കിലും അവരത് പ്രശ്നം അല്ല, എന്ത് വിഷയങ്ങളുണ്ടായാലും ഇപ്പോൾ ഇടതുപക്ഷത്തിൽ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നാലും അതിന് അവരെല്ലാവരെയും ഒരുമിപ്പിച്ച് നിർത്തി അവർക്ക് കേൾക്കാനുള്ളത് കേട്ട് അതിനൊരു തീരുമാനങ്ങളും എടുത്ത് അല്ലെങ്കിൽ തീർച്ചയായിട്ടും അത്തരത്തിൽ സംരക്ഷിക്കുന്നതല്ല കഴിഞ്ഞാൽ എന്തായാലും സാധിക്കത്തുള്ളൂ. കാരണം ഒരു പ്രശ്നം വരുമ്പോൾ പാർട്ടിയിലെ എല്ലാ നേതാക്കന്മാരും, മുതിർന്ന നേതാക്കളായിക്കോട്ടെ അല്ലാതെ ഇപ്പോൾ വളർന്നു വരുന്ന പുതിയ നേതാക്കളായിക്കോട്ടെ, എല്ലാവർക്കും ഒരു സ്ഥാനമുണ്ട്. തീർച്ചയായിട്ടും എല്ലാവരുടെയും ഭാഗം കേൾക്കാനായിട്ട് തന്നെ. അതിപ്പോ വേടന്റെ കേസായിരുന്നാലും ശരി, എല്ലാം. അപ്പൊ അതിന് ഒരു കാര്യത്തിന് ഇടതുപക്ഷത്തിനെ സമ്മതിച്ചേ പറ്റത്തുള്ളൂ. കാരണം എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടായിക്കഴിഞ്ഞാൽ അവർ ആ ആളിനെ അങ്ങ് കളയുകയല്ല ചെയ്യുന്നത്, മറിച്ച് അവരെ ചേർത്ത് പിടിച്ച് അവർക്ക് കേൾക്കാനുള്ളത് കേട്ട് മാക്സിമം അവർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റുമോ എന്ന് ആലോചിച്ചാണ് അവർ. പക്ഷേ കോൺഗ്രസ് എന്താ പറയാനായിട്ട് ഒഴുക്കിൽ നിന്നും വീണ്ടും വലിയൊരു കുത്തൊഴുക്കിലേക്കാണ് പോകുന്നത് അല്ലേ? വടി കൊടുത്ത് അടി വാങ്ങിക്കുക എന്ന് പറഞ്ഞ അത്രയും. അപ്പം ഇനി അടുത്ത തെരഞ്ഞെടുപ്പിൽ നമുക്ക് എന്ത് പറയാനായിട്ട് നമുക്ക് നിസ്സംശയം പറയാം, അടുത്ത 3ാം തുടർ ഭരണം ഉറപ്പായിട്ടും ഉണ്ടാകും. ഇനി അതുമാത്രമേ നമുക്ക് പറയാനുള്ളൂ എന്ന് തോന്നുന്നു. കാരണം ഇത് ഇവിടെ ഇങ്ങനെയാണ്, മറ്റേ അവരുടേതായിട്ടുള്ള രീതിയിൽ. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത് ഇടതുപക്ഷത്തിന് തന്നെയാണ് ആണെന്നാണ് തോന്നുന്നത്. ഇതിപ്പോൾ ഒരു രാഷ്ട്രീയ ചർച്ചയിലേക്കോ അല്ലെങ്കിൽ ഇന്ന ആളിന് വേണ്ടിയിട്ട് നമ്മൾ പക്ഷം പിടിക്കുകയോ ഒന്നുമല്ല. നമ്മൾ ഇന്ന് സമൂഹത്തിലിറങ്ങി സാധാരണക്കാരോട് ചോദിച്ചതിൽ നിന്നും അവരുടെ അഭിപ്രായങ്ങളിൽ നിന്നുമൊക്കെ വഴിത്തിരിഞ്ഞ ഓരോ ഉത്തരങ്ങളും അല്ലെങ്കിൽ ചോദ്യങ്ങളും സംസാരങ്ങളുമാണ് ഇന്നിപ്പോൾ നമ്മളിവിടെ സംസാരിച്ചത്. അല്ലാതെ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടോ ഒരു വ്യക്തിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ഒന്നുമല്ല. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ആയിരുന്നാലും വേടിന്റെ കേസ് ആയിരുന്നാലും സത്യം പുറത്തു വരണമെങ്കിൽ ചേച്ചി നേരത്തെ പറഞ്ഞു അത്രേ ഉള്ളൂ. ഇതിൽ നമ്മൾ വേറൊരാളിനെ മോശമായിട്ട് കാണിക്കുകയോ ഒരാളിനെ ഉയർത്തി കാണിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ ചെയ്ത പല ഇതിനും താഴെ പറയുന്നുണ്ടായിരുന്നു PRO വർക്ക് നിങ്ങൾ ചെയ്യുന്നുണ്ടോ എന്ന്. ഒരിക്കലുമില്ല. 100% നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും അന്വേഷിക്കുകയോ അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും നോക്കാം. PRO വർക്ക് ഇതുവരെ ആർക്ക് വേണ്ടിയും ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല. ഞങ്ങളുടെ കണ്ണിൻ്റെ മുന്നിൽ കാണുന്നതും ഞങ്ങളുടെ ചെവിയിൽ കേൾക്കുന്നതും പിന്നെ ആൾക്കാരിൽ നിന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് മുമ്പിൽ ഞങ്ങൾ കൊണ്ടുവരുന്നത്. ഇത് എന്താ പറയാനായിട്ട് ഇന്നത്തെ ഒരു ചെറിയ ഒരു ഇതായിട്ട് കുറച്ച് ദിവസമായിട്ടല്ലേ നമ്മളിങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു ഇങ്ങനെ ഒരു കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലോട്ടും കൂടെ കൊണ്ടുവരണം. നിങ്ങൾക്കും ഇതിൽ നിന്ന് എന്താണ് അഭിപ്രായം? പിന്നെ ഞങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മുന്നിലും കൂടെ വ്യൂ പോയിന്റ്സ് ഇപ്പോൾ എല്ലാവർക്കും ഓരോ അഭിപ്രായം ഉള്ളതുപോലെ നമുക്കൊരു വ്യൂ പോയിന്റ്സ് ഉണ്ട്. അത് നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. എന്തായാലും നമ്മൾ ഇനി നമ്മുടെ ടാഗ് ലൈന് പോലെ തന്നെ വാർത്തയുടെ തനിനിറം തേടി നിങ്ങളോടൊപ്പം ഉണ്ടാകും.